ഹലോ, ഞാനാണ് ഇഡലി. രാവിലെ മിച്ചം വന്നപ്പോൾ എന്നെ പല കഷ്ണങ്ങളാക്കി വെട്ടിമുറുക്കി വെച്ചേക്കുകയാണ്. ഇഡലി മസാല ഉണ്ടാക്കാനാണത്രേ. ഈ കാണുന്നവരൊക്കെ എൻ്റെ കൂട്ടുകാരാ. അല്പസമയം കഴിയുമ്പോൾ എന്നിൽ വന്ന് ചേരും. അതിനു വേണ്ടിയിട്ടുള്ള കോലാഹലമാണ് ഇവിടെ നടക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ സവാളയിട്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴട്ടുകയാണ് ഇവിടുത്തെ അമ്മ. അപ്പുറത്തിരുന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഭയങ്കര ബഹളം. ദേഷ്യം വന്ന അമ്മ തട്ടത്തോടെ എടുത്ത് ഒറ്റ കമഴ്ത്തൽ. മര്യാദ കെട്ട പിള്ളേർ, മര്യാദയില്ലാത്ത പിള്ളേരുടെ ശിക്ഷ ഇതാണ്. എന്നിട്ട് വറയിലോട് വറ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാവരും ഭയങ്കര നിലവിളി. ഈ നിലവിളി ശബ്ദം കേട്ട് തക്കാളി അവിടെ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ തക്കാളിയുടെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെയും കൂടെ തട്ടിക്കളയാമെന്ന്. തക്കാളി തട്ടിയതിന് ശേഷം അമ്മ ആ മൂടി കൊണ്ട് അടച്ചു വെച്ചു, അവരുടെ ബഹളമൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട്. എന്തായാലും ഞങ്ങളുടെ ശാപവാക്ക് ഫലിച്ചു. ഉള്ളി അത്രയും കരിക്കും. ഇനി എങ്ങനെ അമ്മ ഇഡ്ഡലി മസാല ഉണ്ടാക്കും? പക്ഷേ നമ്മളുടെ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച് അമ്മ അവിടെ ഒരു മാജിക്ക് തന്നെ കാണിച്ചു. വഴട്ടി 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 ഞങ്ങളെല്ലാം ഒരു പരുവപ്പെടുത്തി. ഞങ്ങളെല്ലാവരും ഒരുപോലെ പരുവമായെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൊണ്ട് തട്ടിയിട്ട് അമ്മ അതിലൊരു കാളിയമർദ്ദനം തന്നെ ആടി. പക്ഷേ ഇതൊക്കെ കണ്ട് ഞാൻ രസിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് ഈ അമ്മ ഇടുന്നത്. മസാലകളെല്ലാം ഇട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് മിക്സായി വന്നപ്പോൾ തന്നെ സവാള അവിടെ ആയിട്ട് കരിഞ്ഞിരുന്നില്ലേ നേരത്തെ, അതെല്ലാം മസാലയോട് ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് മാറി. അപ്പോഴത്തേക്കും മല്ലിയില അവിടെ ഇരുന്ന് ഭയങ്കര വിഷമം. മല്ലിയിലയും കൂടെ അമ്മ വിതറി ആ മസാലയുടെ കൂടെ എല്ലാവരെയും കൂടെ ഇളക്കി മറിച്ചിട്ടു. ഇതൊക്കെ കണ്ട് ഞാൻ സന്തോഷത്തോടെ ഇരുന്നപ്പോഴാണ് എന്നെ എടുക്കാൻ വരുന്നു അമ്മ. എന്നെ തട്ടിയിട്ട് എന്നെയും നന്നായിട്ട് ഇളക്കി മറിച്ചു. എന്തൊരു ചൂട്, എന്തൊരെരിവ്, എല്ലാം കൂടെ എൻ്റെ ദേഹത്തിട്ട് ഇളക്കി മറിക്കുകയാണല്ലോ. അപ്പോഴാണ് ആശ്വാസം പോലെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു തന്നു. എന്തൊരു സുഖം. എന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇളക്കി മറിച്ചു. അല്പസമയത്തിന് ശേഷം എന്നെ മൂടി വയ്ക്കുകയും ചെയ്തു. ആശ്വാസമായെന്നും പറഞ്ഞ് ഇരുന്നപ്പോഴാണ് വീണ്ടും മൂടി തുറക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പെടുത്ത് എൻ്റെ മുഖത്ത് ചറപറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒഴിച്ചു. എന്നിട്ട് എന്നെ ഒന്നും കൂടെ ഇളക്കി. അപ്പോൾ ഞാനൊരു കൊച്ചു സുന്ദരിയായി കേട്ടോ. എന്നെ ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണേ.